തുടരുകയാണ്. ഏതായാലും ബി.ജെ.പിക്ക് സാധ്യതയുള്ള എക്സിറ്റ് പോളുകളുമായി ബന്ധപ്പെട്ടാണ് സാധ്യതയുള്ള 5 മണ്ഡലങ്ങളെ കുറിച്ചുള്ള ചർച്ചയാണ്. അതിൽ നമ്മൾ തിരുവനന്തപുരവും ആറ്റിങ്ങലും തൃശ്ശൂരും ചർച്ച ചെയ്ത് കഴിഞ്ഞു. മറ്റു 2 മണ്ഡലങ്ങൾ പറയപ്പെടുന്നത് അഭിലാഷ് കേരളത്തിൽ മത്സരം നടന്നത് ഇടതുപക്ഷവും എൽഡിഎഫും യുഡിഎഫും തമ്മിലാണെന്ന് ആരും മറക്കരുത്. സീറ്റ് കിട്ടില്ല റിസൾട്ട് ഒരു പറയാം ആരൊക്കെ തമ്മിലാ മത്സരം. രണ്ട് മണ്ഡലങ്ങൾ കൂടി അത് കഴിഞ്ഞ് രേണുവിനും അപർണയ്ക്കും എൽദോയ്ക്കും പൂണ്ടുപിളയാണ്. അവർ സംസാരിക്കട്ടെ, അവർ എന്താണ് തീരുമാനിക്കട്ടെ. ആലപ്പുഴ സിറ്റിംഗ് MP നിലനിർത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ചോദിക്കട്ടെ, തുഷാറിന്റെ സ്വാധീനം ഈഴവ വോട്ട് ബാങ്കുകൾ സഹായിക്കും ആ രീതിയിലേക്ക് ശോഭാ സുരേന്ദ്രന് കൂടുതൽ ഒരു സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. എന്താ അറിയാമോ, സാറിന് വെള്ളാപ്പള്ളി നടേശൻ LDF-ന് അനുകൂലമായി എല്ലാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ കുറെ കാലങ്ങളായി നിലപാടെടുക്കുന്ന ഒരാളാണ്. സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞ പോലെ KC വേണുഗോപാൽ അല്ലല്ല, ഇത്തവണ വെള്ളാപ്പള്ളി നടേശൻ നിശബ്ദനായിരുന്നു. വെള്ളാപ്പള്ളി ഇത്തവണ BJP-യോട് കുറച്ചുകൂടെ ചായ്വ് കാണിച്ചു. മകൻ കോട്ടയത്ത് മത്സരിക്കുകയാണ്. മകനെ കോട്ടയത്ത് മത്സരിപ്പിക്കുകയാണ്. കാരണം അടിച്ചു മേടിച്ച സീറ്റാണ് കോട്ടയത്ത്. വയനാട്ടിൽ മത്സരിപ്പിക്കാൻ BJP തീരുമാനിച്ച ആളെ കോട്ടയത്ത് മത്സരിപ്പിക്കുകയാണ്. BJP-യുടെ സീറ്റാണ് ഈ പറഞ്ഞതുപോലെ. ഞാൻ സീറ്റ് ജയിക്കുന്ന സീറ്റിന്റെ കാര്യമല്ല, ഞാൻ ജയിക്കുന്ന സീറ്റിന്റെ കാര്യമല്ല പറയുന്നത്. ഈ ശോഭാ സുരേന്ദ്രൻ എന്നത് BJP-യിലെ ഒരു ക്രൗഡ് പുള്ളറാണ്. എവിടെ മത്സരിച്ചാലും മലപ്പുറത്ത് മത്സരിച്ചാലും വോട്ട് കൂടുതലും. അതാണ് പക്ഷേ ഇവിടെ 2 ശക്തരായ കാൻഡിഡേറ്റ് KCയുടെ കൂടെ KC കൂടി വന്ന സാഹചര്യത്തിൽ ശോഭയ്ക്ക് അത് സാധിക്കുമോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. കാരണം അത്രമാത്രം തെരഞ്ഞെടുപ്പ് ദിവസം ഇവിടെ കോളിളക്കം ഉണ്ടാക്കിയ വെളിപ്പെടുത്തലുകളും ചർച്ചകളും ഒക്കെ വന്നത് ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നാണ്, ശോഭാ സുരേന്ദ്രനിൽ നിന്നാണ്. അതൊക്കെ എങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ആകെ എന്നത് കാത്തിരിക്കണം. ശോഭാ സുരേന്ദ്രൻ വലിയൊരു കാൻഡിഡേറ്റ് ആണ്. എന്റെ നാട് ആലപ്പുഴ ചെട്ടികുളങ്ങരയാണ്. ആലപ്പുഴ മണ്ഡലത്തിന്റെ അങ്ങേയറ്റമാണ്. അന്ന് ഒരു ദിവസം ഞാൻ നാട്ടിലുള്ളപ്പോൾ ഇവരുടെ റോഡ് ഷോ ഞാൻ കണ്ടിരുന്നു. എന്തോ ഒരു ജനങ്ങൾ, എന്തോ ഒരു ബൈക്കുകള് കൂടെ ഒന്ന് പാര വെക്കരുത്. നമ്മൾ ആ കാലം കഴിഞ്ഞു. റിസൾട്ട് എതിരായിട്ട് വന്നാൽ ഇപ്പോ നമ്മള് ഈ സട്ടാ ബസാറിലൊക്കെ കേൾക്കുന്ന തരത്തിൽ വലിയ ടൈറ്റ് ഫൈറ്റ് നടക്കുകയാണല്ലോ. എങ്ങാനും റിസൾട്ട് ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾക്ക് കിട്ടാനുള്ള ആളാണ്. ഇത് തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യ ആര് ഭരിക്കണം എന്നാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ NDA-ക്ക് ഭൂരിപക്ഷം കുറവാണെങ്കിൽ ഇന്ത്യ മുന്നണിയിലേക്ക് വരേണ്ട ഞങ്ങളുടെ മുതലാണ്. ആത്മവിശ്വാസം മനസ്സിലായില്ലേ? ഇവിടെ പരാജയപ്പെട്ട ലോക്സഭയല്ലല്ലോ, രാജ്യസഭയുണ്ട്. അവിടേക്ക് എത്രയോ ആളുകൾ നമുക്ക് കേരളത്തിൽ പറയാം. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ രണ്ടാമത് വന്നാൽ അത്ഭുതപ്പെടാനില്ല. ഈ 20 അല്ല, ഒരു വരി മാത്രം പറഞ്ഞു വിട്ടോട്ടെ. ഈ 20 ലോക്സഭാ മണ്ഡലത്തിൽ ഒരിടത്ത് മാത്രം കനലെരിഞ്ഞ കാര്യം മറക്കരുത്. ആ കനലെരിയും, അത് ആളി കത്തുകയും ചെയ്യും. കനല് കെടാനുള്ളതല്ല, അത് ആ ബൈപ്പാസ് വഴി കയറി ആളി കത്താനുള്ളതാണ്. ആലപ്പുഴ ബൈപ്പാസ് അറിയാലോ അല്ലേ?